Yes, good morning. Good morning, sir. Yes, Morning, sir. morning. Good morning, Morning, sir. sir. Good morning, good morning. Good morning, sir. Yes, good morning. How are you? Fine, sir. Fine, sir. Hi. Okay, okay. Oh, fine പറയുന്നതിനൊരു പേരുണ്ടല്ലോ. Yes. നമുക്ക് ആരംഭിച്ചാലോ? Let us start. Okay, 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 fine. Okay, sir. Okay. നമുക്ക് ആരംഭിക്കാം. Okay, yes. ദിവ്യ പറഞ്ഞിട്ടുണ്ട്. Yes. Okay. അപ്പോ let us start. നമുക്ക് ആരംഭിക്കാം. 26 പേരായല്ലോ. No problem. ഓക്കെ, ഇന്ന് നമ്മള് പുതിയ ഒരു യൂണിറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കും. ഓക്കെ, ദ യൂണിറ്റ് നെയിം ഈസ് യൂണിറ്റ് 10 പ്രിപ്പോസിഷൻ. ഓക്കെ, പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇത് നിങ്ങള് ഉപയോഗിച്ചിട്ടുള്ളതാണ്, പഠിച്ചു. ഓക്കെ ജീന, ഗുഡ് മോർണിംഗ്. പല ക്ലാസ്സുകളിലും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ പ്രിപ്പോസിഷനെ കുറിച്ച് നമുക്കറിയാം. ടു, ഇൻ, ഔട്ട്, എബവ്, ബിലോ, അറ്റ്, ഫ്രം, ബൈ, ഈ വക വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. പ്രിപ്പോസിഷൻ ഹിന്ദിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോ. നേക്കോസെ, കെലി, കേക്കി, പർമേ ഇതൊക്കെ പഠിച്ച പോലെ നമ്മള് ഇംഗ്ലീഷിൽ വരുമ്പോൾ പഠിക്കുന്ന ഒരു സംഗതിയാണ് പ്രിപ്പോസിഷൻ. ഇപ്പോ അവൾ, അവളുടെ, അവൾക്ക് എന്നാണെങ്കിൽ ടു ഹർ, ടു ആണ്, എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ടു ചേർക്കുന്നു. അങ്ങനെ ചേർക്കുന്ന വാക്കുകളെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ പറയൂ. അതെ, ഈ PDF അയച്ചിട്ടുള്ളത് മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. നിലവിൽ എടുത്തിട്ടുള്ളത് യൂണിറ്റ് അത് കുറവുള്ളൂ. പിന്നെ അതിനിടയിൽ ഇപ്പോ സാറായിട്ട് ക്ലാസ് എടുക്കുമ്പോഴാണ് ഒരു 16 അതുപോലെ 14 യൂണിറ്റ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഫുള്ളായിട്ട് PDF എടുക്കാൻ വേണ്ടിട്ടൊന്ന് ക്ലാസ് ഗ്രൂപ്പിലൊന്നും ഇടും ഇംഗ്ലീഷിന്റെ അത് എടുക്കുന്ന ക്ലാസ്സിൽ ഇടുന്നില്ലേ? അത് കിട്ടുന്നില്ല കറക്റ്റ് ആയിട്ട്. അങ്ങനെ എടുക്കുമ്പോ നമുക്ക് അല്ല, ഞങ്ങൾ PDF എടുത്ത് വെക്കുമ്പോ ഒന്നിച്ചെടുക്കുമ്പോ നമുക്ക് എടുക്കണേലായാലും പൈസയുടെ കുറച്ച് കുറവ് കിട്ടുന്നുണ്ട് നിലവില്. ഒന്നിച്ചെടുക്കാൻ വേണ്ടിട്ടാണ്. അല്ല, എല്ലാതും എല്ലാ ചാപ്റ്ററും ഒന്നിച്ച് PDF ഇടുകയാണെങ്കിലേ അത് എടുക്കാൻ ഞങ്ങൾക്ക് കുറച്ചൊരു പ്രിന്റ് ഔട്ട് എടുക്കാൻ കുറച്ചൊരു എളുപ്പമായിരിക്കുമല്ലോ. അത് കാരണം ചോദിക്കണേ. അപ്പൊ പിന്നെ എടുക്കണ പോർഷന്റെ സമയത്ത് നമ്മൾ ആ PDF എടുത്ത് കയ്യിൽ വെച്ചാൽ നമുക്ക് പറയണത് ഇതും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂലോ. ശരി ശരി ശരി. വേറെ ക്ലാസ്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞേക്കാലോ കേട്ടോ ഫുള്ള്. ഓക്കെ 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 ഓക്കെ, യെസ്. ഇപ്പൊ നമ്മൾ പറയുന്നത് പ്രിപ്പോസിഷനെ കുറിച്ചാണ്. ഓക്കെ ജിംസി ജോഷി. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വളരെ ലളിതമായിട്ട് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഡീപ്പായ കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രിപ്പോസിഷനിലേക്ക് നമുക്ക് കിടക്കാം. യെസ്. അപ്പൊ നിങ്ങളുടെ ഇത് ഇത്രയും മലയാളത്തിൽ പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും ഞാനിപ്പോ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയും. നിങ്ങൾ അത് എഴുതിയത് നോട്ട്ബുക്ക് ഉണ്ടാവില്ല, ഒരു ഞാൻ പറയുന്നത് മാത്രം എഴുതിയത്. പറയട്ടെ? ഓക്കെ ഓക്കെ ഓക്കെ. ഫസ്റ്റ് അല്ലേ നമ്മളൊരു സാമ്പിൾ, അതായത് എക്സാമ്പിൾ നമ്മൾ ചെയ്ത് വെക്കേണ്ടതാണ്. എക്സാമ്പിൾ. ഓക്കെ, പ്രിപ്പോസിഷന്റെ ബേസിക് ആയ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് കുറെ എക്സെപ്ഷൻസ് വരും, അത് നമുക്ക് നോക്കാം.
അപ്പൊ നമുക്ക് ഒട്ടും പ്രിപ്പോസിഷനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവർ ഉദ്ദേശിച്ചാണ് ഞാനിത് പറയുന്നത്. പ്രിപ്പോസിഷനെ കുറിച്ച് അറിയാവുന്നവർ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഒട്ടും അറിയാൻ പാടില്ലാത്തവരെ സംബന്ധിച്ചാണ് പറയുന്നത്. അവരെ കൂടി ഇങ്ങനെ ഇതിനൊപ്പം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒരു വേർഡ് എഴുതുന്നു, ME, മീ. മീ, ME, മീ. മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? എന്നെ. മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ. ഓക്കെ, മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ. ഓക്കെ, അടുത്തത് ആ മീ എന്നുള്ളതിന് മുന്നില് ടു ചേർക്ക്. ടു മീ, ടിയോ, ടു മീ. ടു മീ ഒരു ഹൈഫൺ ഇട്ടിട്ട് അതിന്റെ മീനിങ് എഴുതുക, എനിക്ക് കോമ എന്നോട്. എനിക്ക് കോമ എന്നോട്. ഓക്കെ, എനിക്ക് കോമ എന്നോട്. യെസ്. അതിന്റെ താഴെ എന്താ നോക്കിയ, വിത്ത് മീ. വിത്ത് മീ, WITH, വിത്ത് മീ. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതുക, എന്റെ കൂടെ എന്റെ ഒപ്പം. എന്റെ കൂടെ എന്റെ ഒപ്പം. അതിന്റെ താഴെ ബൈ മീ, BY, ബൈ മീ. ബൈ മീ ഹൈഫൻ ഇട്ടിട്ട് എഴുതുക, എന്നാൽ. എന്നാൽ. അടുത്തത് ഫ്രം മീ. ഫ്രം മീ. ഫ്രം മീ, എന്നിൽ നിന്നും. എന്നിൽ നിന്നും. എന്നിൽ നിന്നും. അതിന്റെ താഴെ ഇൻ മീ. ഇൻ മീ ഹൈഫൻ ഇട്ടിട്ട് എന്നിൽ. എന്നിൽ. അതിന്റെ താഴെ ഓൺ മീ. ഓയിൽ. ഓൺ മീ. ഓൺ മീ, എന്റെ മേൽ. എന്റെ മേൽ. എന്റെ മേൽ. അതിന്റെ താഴെ അറ്റ് മീ, AT, അറ്റ് മീ. അറ്റ് മീ, എന്റെ നേരെ. അറ്റ് മീ, എന്റെ നേരെ. അടുത്തത് ഫോർ മീ. FOR, ഫോർ മീ. ഫോർ മീ, എനിക്ക് വേണ്ടി. ഫോർ മീ, എനിക്ക് വേണ്ടി. അതിന്റെ താഴെ എബൌട്ട് മീ, ABOUT, എബൌട്ട് മീ. എബൌട്ട് മീ, എന്നെ കുറിച്ച്. എന്നെ കുറിച്ച്. എന്നെ കുറിച്ച്. അടുത്തത് ആഫ്റ്റർ മീ, AFTER, ആഫ്റ്റർ മീ. ആഫ്റ്റർ മീ, എനിക്ക് ശേഷം. എനിക്ക് ശേഷം. അത് കഴിഞ്ഞിട്ട് വിത്തൗട്ട് മീ. വിത്തൗട്ട്, WITHOUT, വിത്തൗട്ട് മീ. വിത്തൗട്ട് മീ, എന്നെ കൂടാതെ. എന്നെ കൂടാതെ. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു. ഇത് ഞാൻ കുറച്ച് ബേസിക് ആയ കാര്യങ്ങൾ ഒട്ടും അറിയാൻ പാടില്ലാത്തവർ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അല്ലാത്തവർ അത് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു. ഇനി പറയുന്നത് ഓരോ പ്രിപ്പോസിഷന്റെയും മീനിങ് ഒന്ന് പിടികിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മീ, എന്നെ. ആ ടു മീ എന്ന് പറയുമ്പോ എനിക്ക്. ആ മീ എന്നുള്ളതിന് പകരം യു എന്ന് എഴുതുമ്പോ ടു യു, നിങ്ങൾക്ക്, നിങ്ങളോട്. കണ്ടോ? ടു ദം ആണെങ്കിൽ അവർക്ക്, അവരോട്. അങ്ങനെ ആ വേർഡ് നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ മീ ആയി, ടു മീ ആയി, വിത്ത് മീ ആയി, ബൈ മീ, ഫ്രം മീ, ഇൻ മീ, ഓൺ മീ, അറ്റ് മീ, ഫോർ മീ, എബൌട്ട് മീ, ആഫ്റ്റർ മീ, വിത്തൗട്ട് മീ. ഓക്കെ, ഇത്രയും നമ്മൾ ഓരോ പ്രിപ്പോസിഷന്റെയും മീനിങ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്.
ഇനി നിങ്ങൾ എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട് പറയണം. ജിൻസൺ, അവൾ എന്റെ കൂടെ വന്നു. ഇംഗ്ലീഷ് എങ്ങനെ പറയും? അവൾ എന്റെ കൂടെ അവൾ എന്റെ ഒപ്പം വന്നു. വിത്ത് മീ അണ്ടാ. നോക്കിയേ, ഇവിടെ ഒരു വിത്ത് കൊടുത്തേക്കണം. നോക്കിയേ, വിത്തിന്റെ അർത്ഥം കൊടുത്തേക്കണേ കൂടെ, ഒപ്പം. അണ്ടാ, ഷീ കെയിം വിത്ത് മീ. വന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ്. ഷീ കെയിം വിത്ത് മീ. ഷീ കെയിം വിത്ത് മീ. ഓക്കെ 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 ഓക്കെ. അങ്ങനെ നിങ്ങൾ ആ വാക്ക് ചേർക്കുക. ഇത് മനസ്സിലാവാനില്ലല്ലോ? സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ അല്ലേ? ഇത് മനസ്സിലാവാനില്ല എന്ന് വിശ്വസിക്കുന്നു. ഇത് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇത് വേറെ ആരെയും കാണിക്കണ്ട. കാരണം ഇത് ഇത്രയും മേളകൾക്ക് ഇത് തിരിച്ചു പറയേണ്ട കാര്യം നിങ്ങളെ സംബന്ധിച്ച് എനിക്കറിയാം. ഞാൻ ഒട്ടും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്വീകരിച്ചത്. ഓക്കെ, അപ്പൊ വേട് നിങ്ങൾ അങ്ങോട്ട് മാറ്റുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇത് കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രിപ്പോസിഷൻ ആണ്. കോമൺ ആയിട്ടുള്ള യൂസ് ആണ് നമ്മൾ പ്രിപ്പോസിഷനിൽ ഇവിടെ പറയുന്നത്. ഈ കോമൺ ആയിട്ടുള്ള യൂസ് കൂടാതെ പലതിനും പല എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോന്ന് നോക്കാം. ഇത് വെരി കോമൺ ആണ്, കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. പക്ഷെ ഇതിൽ തന്നെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്കിനി നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് okay, the most common prepositions are the following ones. Okay, ഇവിടെ കുറച്ച് prepositions കൊടുത്തിട്ടുണ്ട്. ആ prepositions ആരാണ്? അശ്വതി ബാബു, ഒന്ന് വായിക്കാമോ? ഈ the most common preposition sir. കേൾക്കാവോ സർ? കേൾക്കുന്നില്ല. അശ്വതി ബാബു കേൾക്കാവോ സർ? യാത്രയിലാണോ? അല്ലല്ല, കേൾക്കാവോ സർ? ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ, വായിക്കാം. മറ്റുള്ളവർ കേൾക്കുന്നുണ്ട്? അശ്വതി ബാബു പറയണേ. കേൾക്കാം. എന്നാ പറഞ്ഞോളൂ, വായിച്ചോളൂ. എബൌട്ടിന്റെ മീനിങ് അറിയാലോ? അറിയാൻ പാടില്ലാത്ത മീനിങ് വരുമ്പോൾ പറഞ്ഞു വെക്കണം കേട്ടോ. എബൌട്ട് നമ്മൾ നേരത്തെ എഴുതിയാണ്, കുറിച്ച്. ഓക്കെ, അടുത്ത വായിച്ചു. എബവ് അറിയാ? എക്രോസ് എന്താണ്? കുറുകെ കേട്ടോ. എക്രോസ്, കുറുകെ. ഓക്കെ. പിന്നെ പറഞ്ഞു. against okay, along okay, among okay, among എന്ന് പറഞ്ഞാൽ among കൂട്ടത്തിൽ, അറിയാൻ പാടില്ല. ഇടയിൽ, കൂട്ടത്തിൽ. ഓക്കെ, ശരിയാണ്. ഓക്കെ, ശരിയാണ്. അറൗണ്ട്. അറ്റ്. ഓക്കെ. അശ്വതി, അടുത്തത് ഷഫ്രിൻ. അടുത്ത ലൈൻ ഒന്ന് വായിച്ചേ. Before, behind, ഓക്കെ, below, beneath. ബിലോ. ഓക്കെ, Sir, beneath എന്താണ്? ബിലോ തന്നെയാണ്, അടിയിൽ കേട്ടോ. Okay. Beside, ഓക്കെ, besides. അതെന്താ വ്യത്യാസം പറയുമ്പോ? ബിസൈഡും ബിസൈഡ്സും. ബിസൈഡ് അറിയാമോ? ബിസൈഡ് യു. ബിസൈഡ് എന്ന് പറഞ്ഞാൽ നിയർ എന്നാണ്. നിയർ ടു യു അല്ല. ബിസൈഡ് മീൻസ് നിയർ, അടുത്ത്. ബിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ കൂടുതലായിട്ട് നടക്കണം. ഐ ഗോട്ട് a mobile phone besides a smart watch. ഒരു സ്മാർട്ട് വാച്ച് കൂടാതെ എനിക്കൊരു മൊബൈൽ ഫോൺ കിട്ടി. ബിസൈഡ്സ് മീൻസ് ഇൻ അഡീഷൻ ടു, ബിസൈഡ് മീൻസ് നിയർ. ഓക്കെ, അടുത്തത്. ഒന്ന് എഴുതിക്കോട്ടെ സാർ. അതൊക്കെ നമുക്ക് പുറകിൽ വരും, പേടിക്കണ്ട. Between, beyond. അർത്ഥം പിടിയിട്ടതൊന്നുമില്ല ആ ലൈനില്. ഓക്കെ, ശരി. ഓക്കെ,
ഫ്രേയ ജെറിൻ. മൂന്നാമത്തെ Sir. ലൈൻ ഒന്ന് വായിച്ച്. സർ ബിയോണ്ട് എന്താണെന്ന് പറയാം. എന്തോ ബിയോണ്ട് മുകളിൽ. ഓക്കെ 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 ബിയോണ്ട് ബിയോണ്ട് മുകളിൽ. ഓക്കെ ഓക്കെ അതൊരു ഇമാജിനറി ആയിട്ട് നമ്മൾ പറയും. ഗോഡ് ഈസ് ബിയോണ്ട് അസ്. ദൈവം നമുക്ക് മുകളിലാണ് കേട്ടോ. ബിയോണ്ട് ആ മുകളിലാണ്. നമ്മൾ അപ്പ് മുകളിൽ എന്ന് പറയും. അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള ഇമാജിനറി ആയിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ ബിയോണ്ട് ഉപയോഗിക്കും. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ബിയോണ്ട് യുവർ വേർഡ്സ്, നിങ്ങളുടെ വാക്കുകൾക്ക് മുകളിൽ ഐ അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത്, ഞാൻ സത്യം മനസ്സിലാക്കുന്നു. പറഞ്ഞതിലല്ല, ബിയോണ്ട് ദ വേർഡ്സ്. ഓക്കെ അങ്ങനെയുള്ള ബിയോണ്ട്. യെസ് ഓക്കെ. അടുത്തത് ആരാണ്? ഫ്രേയ ജെറിൻ അല്ലേ? ഓക്കെ ഓക്കെ വായിച്ചോളൂ. But ആ by down ഓക്കെ during Sir, by Okay. down By- മനസ്സിലായില്ല. ഓക്കെ ഓക്കെ നമുക്ക് അങ്ങനെ എത്തട്ടെ. ഓക്കെ റെഡിയാക്കാം. for തീർത്തോ? ഓക്കെ ഓക്കെ അപ്പൊ ഫോർ ഉണ്ട്, ഫ്രം ഉണ്ട്. വായിച്ചോ പ്രിയ. inside ജെറിൻ വായിച്ചു. ആ into ഉം. except ഓർ ഓഫ് on ഓൾ. ഓക്കെ ഓക്കെ അത്രേ മതി. നിൽക്കട്ടെ. അപ്പൊ ഇതില് പിടികിട്ടാത്തതാണ് ബൈ ഡൗൺ. അത് താഴെ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ഓക്കെ ഇനി വേറെ എക്സെപ്റ്റ് അറിയാമോ? എക്സെപ്റ്റ് കൂടാതെ അല്ലെ? ഓക്കെ കൂടാതെ, ഒഴികെ. ശരിയാണ്. വെരി ഗുഡ് വെരി ഗുഡ്. ശരിയാണ്. ഓക്കെ 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 സഹന നാലാമത്തെ ലൈൻ വായിക്കാമോ? out യെസ് വായിച്ചു. outside ഔട്ട്സൈഡ് ഓവർ. സർ ആരെയും മൈക്ക് എങ്ങനെയാണ് ഡിസ്റ്റർബൻസ്? വർഷ 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 വർഷങ്ങൾ തോന്നുന്നു അല്ലേ? വർഷം. ഓക്കെ വർഷ അവിടെ ക്ലിയർ അല്ല. അപ്പൊ അത് മറന്നുപോയിട്ടുണ്ടാവും. എന്തോ അൺമ്യൂട്ട് ആയത് അറിഞ്ഞിട്ടില്ല തോന്നുന്നു. അതില്ല, അത് കംപ്ലീറ്റ് പോകും. ഓക്കെ 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 ശരി ശരി ഓക്കെ. out outside over round since then through throughout ഓക്കെ till ഇതിനകത്ത് വില കിട്ടാത്തോ? സാറ് ടിൽ 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 വരെ. ടിൽ യു റിട്ടേൺ, നീ മടങ്ങി വരുന്നത് വരെ. ഐ വിൽ വെയിറ്റ് ഹിയർ, ഞാനിവിടെ കാത്തു നിൽക്കും. ടിൽ യു കംപ്ലീറ്റ് യുവർ ലെസൺ, നീ നിന്റെ ലെസൺ പൂർത്തിയാക്കുന്നത് വരെ. ഐ വിൽ സ്റ്റാൻഡ് ബിഫോർ യു, ഞാൻ നിന്റെ മുന്നിൽ നിൽക്കും. ടിൽ വരെ. സർ ഒരു ഡൗട്ട് വെച്ചോട്ടെ. പറഞ്ഞോളൂ. അൺടിലും ടില്ലിന്റെ യൂസ് സെയിം ആണോ? അത് തന്നെ, ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അത് വരെ എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. ഓക്കെ വരെ രണ്ടിലും. ഓക്കെ 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 ഇത് നമുക്ക് കുറെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പോകാം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയി ഇതൊന്നും തീരുവില്ല. അതുകൊണ്ട് ഞാനിപ്പോ പരീക്ഷയ്ക്കുള്ളത് മാത്രം അതിനോട് ടച്ച് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ യെസ് ടിൽ. ഓക്കെ 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 ടിൽ. ഇനി ഒരാൾ കൂടി, ആരെങ്കിലും ഒരാള് ലാസ്റ്റ്. ആനി റോസ്, can you? okay sir ഓക്കെ ഓക്കെ ലാസ്റ്റ് വരുന്നത് വായിക്കും. towards under below. until Okay. up Okay. with Okay. within Okay. without Okay. 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 ഇനി ഇതിന്റെ അത് വല്ല കറുത്തറിയാൻ പാടാത്ത വാക്കുകളുണ്ടോ? ഇപ്പൊ ലാസ്റ്റ് വരിയിൽ ഏതാണ്?
പ്രജിത ഉറക്കെ പറയും, കേട്ടില്ല. വിത്തിൻ ഉള്ളിൽ കേട്ടോ. എക്സാമ്പിൾ പറയാം, യു ഷുഡ് കം ബാക്ക് വിത്തിൻ 2 hours. 2 മണിക്കൂറിന്റെ ഉള്ളിൽ നിങ്ങൾ മടങ്ങി വരണം കേട്ടോ. യു ഷുഡ് കം ബാക്ക് വിത്തിൻ 2 hours. അല്ലെങ്കിൽ യു ഷുഡ് കംപ്ലീറ്റ് ദ വർക്ക് വിത്തിൻ എ വീക്ക്. ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ജോലി പൂർത്തിയാക്കണം. വിത്തിൻ അങ്ങനെയുള്ള ഒരു കാലഘട്ടം പറയില്ല, അവിടെ പറയുമ്പോഴാണ് വിത്തിൻ ഉപയോഗിക്കുക. യു ഷുഡ് കംപ്ലീറ്റ് ദ വർക്ക് വിത്തിൻ എ വീക്ക് ഓർ വിത്തിൻ എ മന്ത്. ഒരു മാസത്തിനുള്ളിൽ, ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കി. ഉള്ളിൽ എന്നർത്ഥമാണ്. നമ്മൾ ഏത് വേടിനെ കൂടിയാണ് വിധിച്ചിറക്കുന്നത് അതിന് കൂടെ അത് വരുള്ളൂ. ആ പ്രിപ്പോസിഷൻ മാത്രം. ഉള്ളിൽ, ഔട്ട്, പുറത്ത്, അല്ലെങ്കിൽ ഇന്ത്യയും കൂടെ, ഒപ്പം, പോലെ, ആ വേർഡുകളാണ് പ്രിപ്പോസിഷൻ. സിൻസ് നമുക്ക് ഇതിനകത്ത് നിന്ന് നോക്കാം. അത് 2 കാര്യങ്ങളുണ്ട്. സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിൻസും ഫോറും ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ അത് വരുന്നുണ്ട്. ഞാൻ അപ്പോൾ വിശദമായിട്ട് പറഞ്ഞോളാം കേട്ടോ. ഓക്കെ. സിൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. സിൻസും ഫോറും തമ്മിൽ ചെറിയൊരു ഇതിന്റെ വ്യത്യാസം വരും. അപ്പൊ അതിന്റെ അവിടെ ഞാൻ പറയുമ്പോൾ അതിനെ ഞാൻ പറയാം. ഓക്കെ. സിൻസ് മുതൽ എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ട് പറയും. മുതൽ എന്ന് പറഞ്ഞാല് പലിശ മുതൽ എന്നുള്ള മുതലല്ല, 1970 മുതൽ ഉണ്ടാവും. അപ്പൊ സിൻസ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം. ഒരു പോയിന്റ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിൻസ് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ഫോർ വരുമ്പോ താഴെ, ബിലോ കേട്ടോ. ബിലോ എന്ന് പറഞ്ഞത് ഫോർ വരുമ്പോ ഇറ്റ് ഇസ് എ പീരീഡ് ഓഫ് ടൈം. പീരീഡ് ആണ്. അപ്പൊ അതിന് സ്റ്റാർട്ടിങ് ഉണ്ടാവും, ഫിനിഷിംഗ് ഉണ്ടാവും. സിൻസ് വരുമ്പോൾ സ്റ്റാർട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫിനിഷിംഗ് ഉണ്ടാവില്ല. അരമണിക്കൂറായി ടീച്ചർ പഠിപ്പിക്കുന്നു. The teacher is teaching for half an hour. കണ്ടോ, അരമണിക്കൂർ പീരിയഡ് ഓഫ് ടൈം. അവിടെ സിൻസ് ഉപയോഗിച്ചാൽ തെറ്റാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം 10:30 ടീച്ചർ പഠിപ്പിക്കുന്നതാണെങ്കിൽ അവിടെ സിൻസ് വരും. The teacher is teaching since വരും, അവിടെ സിൻസ് വരും. അപ്പൊ സിൻസും ഫോറും നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ ഒരു വ്യത്യാസമാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫ്രം, ടു, ഇൻ, ഔട്ട്, വിത്ത്, വിത്തൗട്ട്, അതൊക്കെ എവിടെ ഉപയോഗിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പിടികിട്ടി കാണാമെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്കൊന്നും കൂടി മുന്നോട്ട് പോവുകയാണ്. ഓട്ടെ. സോ ഇനി നമ്മൾ നേരത്തെ അറ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ പറഞ്ഞു. അറ്റ് മീ എന്ത് ചെയ്യാൻ പറഞ്ഞു? എന്റെ നേരെ. കണ്ട, അറ്റ് എന്ന് പറഞ്ഞ വാക്ക് എന്റെ നേരെ. അറ്റ് യു നിങ്ങളുടെ നേരെ. അറ്റ് ദ ബോയ് ആ കുട്ടിയുടെ നേരെ. അറ്റ് ദ ഗേൾ ആ പെൺകുട്ടിയുടെ നേരെ. അറ്റ് ഒരു നേരെ എന്നാണ്. ഈ അത് കോമൺ ആയിട്ടുള്ളത്. അത് കൂടാണ്ടെയും അറ്റ് ഉപയോഗിക്കുന്ന 2 സന്ദർഭങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പോയിന്റ് ഓഫ് ടൈം. ഒരു പോയിന്റ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് അറ്റ് ഉപയോഗിക്കും. അറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ദ പോയിന്റ് ഓഫ് ടൈം. ഒരു പോയിന്റ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇത് നമ്മൾ പറയുന്നത് നാളെ 4 മണിക്ക്. അപ്പോ അറ്റ് 4 o'clock ഉണ്ട്. അറ്റ് ഈസ് യൂസ്ഡ് ആൾസോ. അപ്പൊ നേരത്തെ നമ്മൾ അറ്റ് എന്നുള്ളതിന്റെ നേരെ എഴുതിയത് നേരെ എന്നാണ് നമ്മൾ ആദ്യം എഴുതിയ മലയാളം. അത് കോമൺ ആയിട്ട് വരുന്നത്. അത് കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ചില സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. അറ്റ് ഈസ് യൂസ്ഡ് എ പോയിന്റ് ഓഫ് ടൈം. അറ്റ് ഈസ് യൂസ്ഡ് എ പോയിന്റ് ഓഫ് ടൈം. ആനി റോസ് അതൊന്ന് വായിക്കാമോ? അറ്റിന്റെ താഴെ എഴുതിയേക്കുന്നത് used for a certain moment or point of time. A point of time. അത് ഓർത്താൽ മതി. It is used for a point of time. And example കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചേ. The meeting will start at 5 o'clock. Okay. Stop here. And at വന്നേക്കാൻ എവിടെയാണ്? ടൈം സൂചിപ്പിക്കുന്ന തൊട്ട് മുന്നിൽ. The meeting will start at 5 o'clock. മീറ്റിംഗ് എത്ര മണിക്ക് ആരംഭിക്കും? 5 മണിക്ക് ആരംഭിക്കും. ഇനി ആനി റോസ് തന്നെ അറ്റ് വരാവുന്ന ഒരു സെന്റൻസ് പറഞ്ഞേ. ടൈമിന്റെ മുന്നിൽ അറ്റ് വരാവുന്ന സെന്റൻസ് പറഞ്ഞേ. The class will start at 10 o'clock. At 10:30 AM. Okay, very good. ലൈവ് ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞു. വെരി ഗുഡ്. The class will start at 10:30. അറ്റ് സമയത്തിന്റെ മുന്നിൽ എപ്പോഴും വരും? അറ്റ് വരും. സമയത്തിന്റെ മുന്നിൽ ഇറ്റ്സ് എ പോയിന്റ് ഓഫ് ടൈം. അവിടെ നമ്മൾ എന്ത് പറയുന്നു? അറ്റ് വരും. ഓക്കെ ദിവ്യ. ഓക്കെ, ശരി. ഇനി നമ്മൾ ചില കാര്യങ്ങളിൽ ചില ഫെസ്റ്റിവൽസ് പറയും. ഫെസ്റ്റിവൽസ്, ആഘോഷങ്ങൾ. ആ ആഘോഷങ്ങളുടെ മുന്നിൽ ഫെസ്റ്റിവൽസ്, ആ ആഘോഷങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നതിന് തൊട്ട് മുന്നിൽ എപ്പോഴും ഉപയോഗിക്കും? ഇന്ന് ഉപയോഗിക്കില്ല,
അറ്റ് ഉപയോഗിക്കുള്ളൂ. മൈ ഹസ്ബൻഡ് വിൽ കം ഫ്രം അബ്രോഡ് അറ്റ് ക്രിസ്മസ്. ക്രിസ്മസിന് എന്റെ ഭർത്താവ് വിദേശത്തു നിന്ന് വരും. അപ്പൊ അറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ബിഫോർ സം ഫെസ്റ്റിവൽസ്. ചില ഫെസ്റ്റിവൽസിന്റെ കൂടെയും, അത് ആ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൾസോ പോയിന്റ് ഓഫ് ടൈം. ക്രിസ്മസ് അല്ലെങ്കിൽ ഓണം എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. അപ്പൊ ആ ഫെസ്റ്റിവൽസിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന സ്ഥലത്തും എന്തുപയോഗിക്കും? ഈ അറ്റ് ഉപയോഗിക്കും. അപ്പൊ നമ്മൾ ഈ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഡാഷ് ഇട്ടിട്ടുണ്ടാവും, അവിടെ അടിയിൽ 4 ആൻസർ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് കറക്റ്റ് ആയ പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? പൂരിപ്പിക്കണം. ഓക്കെ, അപ്പൊ നേരത്തെ വായിച്ച ആള് ആനിറോസ് ആണ്. ഇനി അടുത്തൊരാൾ തന്നെ. സാർ ഒരു ഡൗട്ട് ചോദിക്കാമോ? പറയൂ. ഈ നമുക്ക് ഈ ഫെസ്റ്റിവലിന്റെ കൂടെ ഡ്യൂറിംഗ് പറയാൻ പറ്റുമോ? ഡ്യൂറിംഗ് റംസാൻ, ഡ്യൂറിംഗ് ന്യൂ ഇയർ. ഡ്യൂറിംഗ് നമുക്ക് വരുന്നത്, ഡ്യൂറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കുന്നാണ്. ഞാൻ പറയാം, ഇടയ്ക്ക് ഒരു സംഗതി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഉള്ള സംഗതിയിലാണ് നമ്മള് അപ്പൊ ഈ ക്രിസ്മസിന്റെ ഇടയ്ക്ക്, അപ്പൊ ക്രിസ്മസ് ആരംഭിച്ചു, ക്രിസ്മസ് അവസാനിച്ചു, അതിന്റെ ഇടയ്ക്ക് വരും. ആ ക്രിസ്മസിന്റെ ഒരു വെക്കേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഡ്യൂറിംഗ് അത് പറയാം. അത് 2 കാര്യങ്ങളില് ഇടയ്ക്ക് വരുമ്പോ ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് പുറത്തേക്ക് പോയി. അപ്പൊ ഞാൻ പറയാം ഡ്യൂറിംഗ് ദ മീറ്റിംഗ്. മീറ്റിംഗിനിടയ്ക്ക് ഐ വെന്റ് ഔട്ട്സൈഡ്, ഞാൻ ഇവിടെ പോയി, പുറത്തേക്ക് പോയി. അപ്പൊ ഡ്യൂറിംഗ് മീൻസ് ഇടയ്ക്ക്. ഓക്കെ ഓക്കെ, അത് ആ രീതിയിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ 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 യെസ്. അടുത്തൊരാൾ ഇല്ല, അത് പേര് ഞാൻ ഓക്കെ ഓക്കെ. ആ രണ്ടാമത്തെ വായിക്കാനാണ്. യൂസ്ഡ് ഫോർ ദ ഫെസ്റ്റിവൽസ് ദാറ്റ് മാർക്ക്. Used for festivals that mark a point in the year. ഓക്കെ ഓക്കെ ഓക്കെ, പിടികിട്ടുമ്പോൾ അത് വിശ്വസിക്കുന്നു. യൂസ്ഡ് ഫോർ ഫെസ്റ്റിവൽസ്, ഫെസ്റ്റിവൽ ആഘോഷങ്ങൾ. ഓക്കെ ഓക്കെ, അതിനിടയിൽ എക്സാം എന്ന് വായിച്ചപ്പോൾ We will come to your house at Easter. At Easter, we will come to your house at Easter. ഞങ്ങള് ഈസ്റ്ററിന് നിന്റെ വീട്ടിൽ വരും. We will come to your home at Easter. ഓക്കെ, അറ്റ് വരാവുന്ന ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ഒരു സെന്റൻസ് ഒന്ന് പറഞ്ഞേ. We will meet our friends at Onam celebration. Okay, we will meet our friend at Onam celebration, or I will come to your home at Ramzan. Okay, whatever it may be. Okay, very good. Okay. ശരി, ഓക്കെ. അപ്പൊ അങ്ങോട്ട് പോകട്ടെ. അപ്പൊ അറ്റിനെ കുറിച്ചുള്ള 2 എക്സെപ്ഷണൽ കേസുകൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത്, അടുത്തത് നമ്മൾ എടുക്കുന്നത് ഓൺ എന്ന പ്രിപ്പോസിഷനാണ്. ഓൺ. അപ്പൊ നമ്മള് ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻ നമ്മൾ ആദ്യം എഴുതി കഴിഞ്ഞപ്പോ അവിടെ നമ്മൾ എഴുതി ഇറ്റ് ഈസ് യൂസ്ഡ് മേൽ. മേൽ എന്നുള്ളത് എന്റെ മേൽ, ഓൺ മീ, എന്റെ മേൽ, ഓൺ യു, നിങ്ങളുടെ മേൽ, ഓൺ ദ ബെഞ്ചിന്റെ. ഓൺ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന മേൽ എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൂടാതെയും ഈ ഓൺ ഉപയോഗിക്കുന്നത് എ സ്പെസിഫിക് ഡേ ആൻഡ് ഡേറ്റ്. ഒരു പ്രത്യേക കൃത്യമായ ഒരു ഡേ, കൃത്യമായ ഒരു ഡേറ്റ്, ഇത് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഓൺ ഉപയോഗിക്കും. എ സ്പെഷ്യൽ ഡേറ്റ്. ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തൊരാള്. Used for specific day and date. Used for the specific day and date. Okay, എന്നിട്ട് ഒന്ന് വായിച്ചേ. She will come back on Monday. Okay, stop me. She will come back on Monday. And specific date പറയണം. Okay, on Monday. She will come on Monday. And correct date. അല്ലെങ്കിൽ she will come on Tuesday. A specific date. And സ്പെസിഫിക് ആയ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഓൺ ഉപയോഗിക്കണം. അപ്പൊ ഒരു കാര്യം ഓർത്തിരിക്കുക, സൺഡേ ടു സാറ്റർഡേ വരെ പറയുന്നതിന് തൊട്ട് മുൻപേ എന്ത് ഉപയോഗിക്കുക? ഉപയോഗിക്കും. ഇനി ജിംസനല്ലേ ഇപ്പൊ പറഞ്ഞ? ജിംസന്റെ വിവാഹം കഴിച്ച തീയതി ഓർമ്മയുണ്ടോ? വിവാഹ തീയതി ഓർമ്മയുണ്ടോ? November 24. ഓക്കെ, അപ്പോ ഞാൻ നവംബർ 24 ഇത് വിവാഹിതയെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. We will married. പറഞ്ഞ
we were married on November 24. ഓൺ കഴിഞ്ഞിട്ട് ഡേറ്റ് പറ, കറക്റ്റ് ഡേറ്റ്. ഓൺ November 24. ഡേറ്റ് പറ, മാസത്തിലോട്ട് പോലെ. ഡേറ്റ് 24. 24 മാസം പറ. November. Okay. കറക്റ്റ് ഡേ ആവോ കറക്റ്റ് ഡേറ്റ് ആവോ. ഓൺ ഈസ് യൂസ്ഡ് ബിഫോർ the specified date and the specified day. On 24th November. On 24th. Okay, രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് വായിച്ചേ. India became independent on the 15th August 1947. India became independent. India സ്വതന്ത്രമായത് on 15th. On correct date on 15th. On 15th August 1945. അപ്പൊ നിങ്ങളുടെ വിവാഹത്തിന്റെ തീയതി പറയുമ്പോൾ we married on 24th November. വർഷം പറയാം, ഏത് വർഷവും അതാണ് കറക്റ്റ്. ഓൺ ഡേറ്റ്, അത് കഴിഞ്ഞതിന് ശേഷം മാസം, അത് കഴിഞ്ഞതിന് ശേഷം ഇയർ. അപ്പൊ നമുക്ക് പറയാം ഓൺ എന്ന് പറയുന്ന ആ വേർഡ് which is also used for a specific day or date. ഒരു പ്രത്യേക രീതിയിലുള്ള എടുത്തു പറയുന്ന തീയതിയെ കുറിച്ചോ എടുത്തു പറയുന്ന ഒരു ദിവസത്തെ കുറിച്ചോ അത് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഈ ഓൺ എന്ന് പറയുന്ന വേർഡ് നമ്മൾ അടിപ്പിട്ടിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒരു ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം, അതായത് രാത്രി അല്ലെങ്കിൽ രാവിലെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു എ പാർട്ട് ഓഫ് ദ ഡേ, ദിവസത്തിന്റെ ഒരു ഭാഗത്തെ കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിലും ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം ഓൺ ദ നൈറ്റ്, രാത്രി. ദ പ്രോഗ്രാം ഈസ് ഓൺ ദ നൈറ്റ്. ഓൺ ദ നൈറ്റ്. അതല്ലെങ്കിൽ ഓണം മോർണിംഗ്, ഓണത്തിന്റെ അന്ന് രാവിലെ, ഓണം മോർണിംഗ്. ഓൺ ദ ക്രിസ്മസ് ഈവ്, ക്രിസ്തുമസിന്റെ തലേന്ന് ഓൺ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസത്തിന്റെ പാട്ടിനെ കുറിച്ച് പറയുമ്പോഴും അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺ എന്നുള്ള പ്രിപ്പോസിഷനാണ്. ഓക്കെ, അടുത്തൊരാള്. സർ, അപ്പൊ അറ്റ് നൈറ്റ് എന്ന് പറയില്ല അല്ലെ? എന്തോ അറ്റ് നൈറ്റ് പറയും, അറ്റ് നൈറ്റ് പറയും. അപ്പൊ അറ്റ് നൈറ്റ് പറയും. ശരി, അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ അറ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. വെറുതെ നമ്മൾ പറയുമ്പോൾ ഐ കെയിം അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞു. നേരെ പറയുന്നത് നമ്മൾ പറയുന്നത് ഇപ്പൊ സെപ്റ്റംബർ മാസം 30 ഉള്ള രാത്രി എന്ന് പറയുമ്പോൾ എന്ത് പറയും? ഓൺ ദ നൈറ്റ് ഓഫ് September 30th. മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ. വെറുതെ നമ്മൾ നൈറ്റിൽ പറയുന്നത്, നമ്മളൊരു ഡേ പറയണം. സെപ്റ്റംബർ 30 ഉള്ള രാത്രി. ഓക്കെ 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 ഓക്കെ. അത് അതിന്റെ താഴെയുള്ള എക്സാമ്പിൾ വായിക്കുമ്പോൾ നമുക്ക് പിടിയുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഷെഫ്രിൻ തന്നെ വായിച്ചു. രണ്ടാമത്തെ വായിച്ചു. Used to show total length of time needed to complete some activity. Used to show a specific. Sorry. മാറിപ്പോയതാ സർ. Sorry. Used for a specific part of any such day. Let's see in the park on Saturday. Let us see the park on Saturday. Yes. On the night of January 25th, on Onam morning, on Christmas Eve. Okay. അത് സ്പെസിഫൈഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡേ അതിനെ സൂചിപ്പിക്കുന്നു. അതിന് മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദ സ്പെസിഫിക് പാർട്ട് ഓഫ് എ ഡേ. ഒരു സ്പെസിഫിക് പാർട്ട് ഓഫ് എ ഡേയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ സർ വി വിൽ മീറ്റ് അറ്റ് മോർണിംഗ് അല്ലെങ്കിൽ വി വിൽ മീറ്റ് അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കോ? ശരിയാണ്. ഓക്കെ അറ്റ് നൈറ്റ്. ഓക്കെ, ഇനി കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അത് നമ്മൾ ആ എക്സെപ്ഷൻസ് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഷെഫ്രിൻ ചിന്തിക്കണമെന്ന് ഞാൻ പറയുന്നു. ഇപ്പൊ റഫർ എന്ന് പറയുന്ന ഒരു വേർഡ് കഴിഞ്ഞു കഴിഞ്ഞാല് ടു വരും. റഫർ ടു കഴിഞ്ഞാൽ അതിന്റെ കൂടെ പ്രിപ്പോസിഷൻ ടു ആയിരിക്കും. റഫർ ടു.
അത് കുറെ എക്സെപ്ഷൻസ് ഉണ്ട്. പിന്നെ ഷെഫ്രിൻ ഒരു കാര്യം പറഞ്ഞു. അപ്പോ ആ പറഞ്ഞ കാര്യത്തോട് എനിക്ക് ഐഡിയ നല്ലത്. ഷെഫ്രിനോട് എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ ഷെഫ്രിൻ പറഞ്ഞ ഐഡിയ എനിക്ക് ഇഷ്ടമാണ്. അപ്പോ ഐ എഗ്രി ടു യു എന്ന് പറയും. നേരെ മറിച്ച് ഷെഫ്രിൻ പറഞ്ഞ ഐഡിയ എനിക്ക് താല്പര്യമില്ല, പക്ഷെ ഷെഫ്രിന് എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഐ എഗ്രി വിത്ത് യു എന്ന് പറയും. അല്ല, വിത്ത് പേഴ്സൺ ടു എപ്പോഴും എത്തി. അതുപോലെ നമ്മൾ ഇത് നമ്മുടെ പ്രിപ്പോസിഷൻ പഠിച്ച പ്രിപ്പോസിഷൻ അല്ല, ഫ്രേസൽ വർക്ക് നമ്മൾ നോക്കിയ സമയത്ത് അവിടെ നമ്മൾ കാര്യം പറഞ്ഞു. കോൾ ഓണും പറഞ്ഞു, കോൾ അറ്റും പറഞ്ഞു. ഓർക്കുന്നുണ്ട്? രണ്ടിന്റെയും അർത്ഥം വിസിറ്റ് എന്നാണ്. കോൾ ഓൺ വിസിറ്റ്, കോൾ അറ്റ് വിസിറ്റ്. പക്ഷെ ഒന്ന് സ്ഥലം സന്ദർശിക്കുന്നതും ഒന്ന് എന്താണ് വ്യക്തിയെ സന്ദർശിക്കുന്നതും. ഓർക്കണ്ട ഒന്ന് പഴയതൊന്ന് മറിച്ച് നോക്കിയാൽ കിട്ടുമോ? ഓക്കെ. ഇനി അത് ഇത് നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒരു 4-5 ദിവസം എടുക്കാം. അങ്ങനെ നമുക്കൊരു ക്ലാസ് അല്ലേ ഉള്ളൂ, അപ്പൊ നമുക്ക് എടുത്തല്ലേ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഐ കോൺസെൻട്രേറ്റ് ഓൺ എക്സാമിനേഷൻ. ഓക്കെ, ഐ ടീച്ച് യു ഓൺലി ഫ്രം ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ. അപ്പൊ അത് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഓൺ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് എടുക്കുന്നത് ഇൻ ആണ്. ഇൻ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് it shows a period of time. ഒരു പീരിയഡ് ഓഫ് ടൈം, കൃത്യമായൊരു പീരീഡ്, ഒരു സമയം പറയുന്ന സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്നാണ്. അടുത്തൊരാളെ ശരി, സഹനയാണോ? സഹന SSLC പാസ്സായ വർഷം ഓർമ്മയുണ്ടോ? 2005. ഓക്കെ. ഞാൻ ആ വർഷം എന്താണ് പറഞ്ഞത്? ഏത് വർഷമാണ് പാസ്സായത്? 2005. 2005 SLC പാസ്സായി എന്ന് പറഞ്ഞേ. I passed my SSLC in 2006. ഓക്കെ, 2006 അല്ലേ? അപ്പൊ 2005. 2005 whatever it may be. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിച്ചത് ഇറ്റ്സ് എ പീരിയഡ് ഓഫ് ടൈം. കറക്റ്റ് ആ വർഷം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഓണല്ല ഉപയോഗിച്ചത് ഇൻ ഉണ്ട്. 2005 ഉണ്ട്. അത് നമ്മൾ നേരത്തെ ആ മലയാളത്തിൽ എഴുതിയ വാക്കിൽ വരുന്ന അതേ അർത്ഥം തന്നെയാണ്, ഏതാണ്ട് അതേ അർത്ഥം തന്നെയാണ്. അപ്പൊ ഇൻ ഈസ് യൂസ്ഡ് എ പോയിന്റ് ഓഫ് ടൈം, കറക്റ്റ് Period of time. ഓക്കെ, കറക്റ്റ് പീരിയഡ് ഓഫ് ടൈം. സകലൊക്കെ വിവാഹിതയായതാണോ? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറയൂ, ഏത് വർഷത്തിലാണ് വിവാഹം എന്ന് പറഞ്ഞു? വർഷം മാത്രം മതി. 2007. അപ്പൊ അത് ഇംഗ്ലീഷിൽ പറഞ്ഞു. My marriage was in 2007. അല്ലെങ്കിൽ ബി മാരീഡ് ഇൻ വർഷം നമ്മൾ പറയണം. ഓക്കെ, ഏത് വർഷം? 2007. ഓക്കെ. ഇനി ഇവിടെ എഴുതിയിരിക്കുന്നത് വായിച്ച്. Our factory started functioning in 1996. Our factory started functioning. നമ്മുടെ ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചത് 1996-ലാണ്. ഇറ്റ്സ് എ കറക്റ്റ് പീരിയഡ് ഓഫ് ടൈം. കറക്റ്റ് ഇറ്റ്സ് 1996. അതുപോലെ നമുക്ക് വേണമെങ്കിൽ താഴെ കുറച്ച് വാക്കുകൾ ഇൻ സമ്മർ, in winter, in May, in the morning, in the afternoon, in the evening, in the daytime. ഓക്കെ. അപ്പൊ മകന് എന്തെങ്കിലും പഠിക്കാനായിട്ട് കൊടുത്തിട്ട് വൈകുന്നേരത്തിനുള്ളില് അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ പഠിച്ചു തീരണം എന്ന് അവരോട് പറയണമെങ്കിൽ എങ്ങനെ പറയും? ഒരു ദിവസത്തിനുള്ളിൽ പഠിച്ചു തീരണം. അവൻ നമ്മൾ പഠിക്കാൻ കൊടുത്തിരിക്കുന്ന ടൈം മകൾക്ക് അല്ലെങ്കിൽ മകന് കൊടുത്തിരിക്കുന്ന ഒരു ദിവസം. നീ പഠിക്കണം എന്നുള്ള സ്റ്റഡി.
You studied this chapter ആ ഒരു ദിവസത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ within 2 days. ആ വിത്തിൻ. ആ വിത്തിൻ എന്നുള്ളതിന് വിത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഇൻ വെച്ചും പറയാം. ഇൻ 2 days. 2 days. ഇൻ 2 days 2 ദിവസത്തിൽ 2 ദിവസത്തിനുള്ളിൽ ഇൻ 2 days ഇൻ 1 week. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ കൂടി വായിച്ച്. Used to show the total length of time. ലെങ്ത് ഓഫ് ടൈം. ഓക്കെ ഇതാണ് വാക്കുണ്ട്. ലെങ്ത് ഓഫ് ടൈം, സമയത്തിന്റെ ആ ലെങ്ത്, നീളം കാണിക്കണ്ട. 1 day അതൊരു ലെങ്ത് അല്ലേ? 2 day ലെങ്ത് അല്ലേ? 1 week ലെങ്ത് അല്ലേ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ദ ലെങ്ത് ഓഫ് ടൈം. ബാക്കി വായിച്ചു. Time needed to complete some activity. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി തീർക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന സമയം, ആ സമയത്തിന്റെ ലെങ്ത് കാണിക്കുന്ന സ്ഥലത്ത് ഈ ഇൻ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നു. എന്റെ അടിയിൽ എക്സാമ്പിൾ വായിച്ചേ. Can you complete the work in 1 in 1 week അല്ലെ? Can you complete the work in 1 week? ഒരു ആഴ്ചക്കുള്ളിൽ നിനക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. You complete the work with in 1 week. 1 week. Okay. ശരി. ഇനി നേരത്തെ നമ്മൾ ഒരാള് ഡൂറിങ് എന്നുള്ള ചോദിച്ചിരുന്നു. ഷഫ്രീനല്ലേ ചോദിച്ചത്? ഡൂറിങ് ചോദിച്ചില്ലേ? ഷഫ്രീൻ ചോദിച്ചത്. അപ്പോ ഡൂറിങ് എന്ന് പറയുന്ന വർക്ക് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ഐഡിയ. ഒരു ഐഡിയ പറയാം. എങ്ങനെയുള്ള ഐഡിയ? വെൻ എ സിറ്റുവേഷൻ കണ്ടിന്യൂ, ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ, ഒരു അവസ്ഥ കണ്ടിന്യൂ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന വേറൊരു ഐഡിയ പറയാൻ വേണ്ടിയിട്ടാണ് ഡൂറിങ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഡൂറിങ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ഇടയ്ക്ക് എന്നാണ്. ഇടയിൽ എന്നല്ല, അതിന് എമങ്ങാണ്. ദ ബോയ് ഈസ് സിറ്റിംഗ് എമംഗ് ദ ഗേൾസ്. അത് ആ ആൺകുട്ടി പെൺകുട്ടികളുടെ ഇടയിലാണ് ഇരിക്കുന്നത്. അത് എമങ്, ഇത് ഇടയിൽ. ആ ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നടക്കുന്നത്, അതാണ് ഡൂറിങ് എന്ന് പറയുന്നത്. ഡൂറിങ് ഇടയിൽ. ഓക്കെ, ബിറ്റ്വീൻ പറയണതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്കൂടെ വരുന്നുണ്ട് കേട്ടോ. അത് നേരത്തെ പറയാം. എന്നാലും ഞാൻ ചോദിച്ചോണ്ട് ജിംസൺ ചോദിച്ചുകൊണ്ട് പറയാം. ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോൺസി എന്നാണ് പേര്. ഹസ്ബൻഡിന്റെ ഇമെയില്. ഓക്കെ. ഞാൻ പെട്ടെന്ന് നോക്കും. അതൊന്നും കുഴപ്പമില്ല, പേടിക്കണ്ട. ഉദ്ദേശിക്കുന്നതൊക്കെ തന്നെയാണ്. നോ പ്രോബ്ലം. ഓക്കെ, അപ്പോ ജോൺസി, ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 സംഗതികൾ പറയാം. ഇപ്പോ ഐ ആം സിറ്റിംഗ് ബിറ്റ്വീൻ 2 പേര് രാമു, സീത ആൻഡ് രാമൻ. രാമനും സീതയുടെയും ഇടയിൽ ഞാൻ ഇരിക്കുന്നു. അത് നടുക്ക് നടത്തത്തിലാണ്. ബിറ്റ്വീൻ നടുക്ക് നടത്തുന്നത്. ഓക്കെ, ബിറ്റ്വീൻ ഇപ്പൊ ഇത് കഴിയുമ്പോൾ ഒരു ബിറ്റ്വീൻ വരുന്നുണ്ട്. അവിടെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. യെസ്. അപ്പൊ ഡൂറിങ് എന്ന് വായിച്ചത് ഫിനിഷ് ചെയ്ത ഷഫ്രീന്. Used to express the idea that an occurrence continues or a situation persists throughout the whole a specified period. ഒന്ന് പറയാമോ? എന്റെ മീനിങ് പറയാമോ? അതായത് ഒരു സിറ്റുവേഷനിൽ നിലനിൽക്കുന്നതോ കണ്ടിന്യൂ ചെയ്യുന്നതോ ആയ ഒരു പർട്ടിക്കുലർ പീരീഡിൽ കണ്ടിന്യൂ ചെയ്യുന്നതായ കാര്യങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഡ്യൂറിങ് യൂസ് ചെയ്യുക. അതിന്റെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ കേട്ടോ. ഓക്കെ. ഒരു എക്സാമ്പിൾ പറഞ്ഞു. It is not right to leave the class during class is taken. Very good. During class is taken. Very good. Okay. വേറെ എക്സാമ്പിൾ പറഞ്ഞു. ഞാൻ തന്നെയാണ് സാർ. ഈ ഓണം വെക്കേഷന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും പോയതോ അല്ലെങ്കിൽ ഓണം ഹോളിഡേസിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു. During the Onam holidays എന്ന് പറഞ്ഞു. We are on a tour during this Onam vacation. Or we were on tour during the Onam holidays. Okay. During എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ.
ഇടയ്ക്ക് എന്നുള്ളത്. ഓക്കെ, ശരി. ഇനി ഓക്കെ, now let us come to the next, that is called by. by. Yes, by എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക? by എന്നുള്ളത് നമ്മൾ നേരത്തെ by me എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഒരു ലെറ്റർ ഒക്കെ നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം അതിന്റെ ലാസ്റ്റ് നമ്മൾ by എന്ന് എഴുതിയിട്ടാണ് നമ്മൾ പറയുക, സൈൻഡ് by. അപ്പൊ അങ്ങനെ നമ്മൾ by ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ടു എക്സ്പ്രസ് ദ ലേറ്റസ്റ്റ് ടൈം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കുന്നു? by ഉപയോഗിക്കുന്നു. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ജോലി പൂർത്തിയാക്കണം. അപ്പൊ യു ഷുഡ് കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 1 day. ഒരു ദിവസത്തിന്റെ ഉള്ളിൽ. നമ്മൾ ഒരു ദിവസത്തിന്റെ ഉള്ളിൽ എന്ന് പറയുന്നില്ല, നമ്മൾ പറയുന്നു ഈവനിങ്ങിൽ. അതാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ടൈം. ഈവനിങ്ങിൽ ഈ ജോലി പൂർത്തിയാക്കണം. ഒരാളൊന്ന് പറഞ്ഞ ആരെങ്കിലും ഈവനിങ്ങിൽ ഈ ജോലി പൂർത്തിയാക്കണം. You complete this work by evening. By evening, you should complete the work by evening. ഭർത്താവ് പോകുമ്പോൾ നമ്മൾ പറയുകയാണ് വൈകുന്നേരത്തിനുള്ളിൽ പഠിക്കുവാണ്. യു ഷുഡ് കം ബാക്ക് ഇൻ ദ ഈവനിങ് അല്ല, ബൈ ഈവനിങ്. നമ്മൾ ടൈം കൊടുക്കുന്നത് ലേറ്റസ്റ്റ് ടൈം, ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടൈം കൊടുക്കുന്നത്. യു ഷുഡ് കം ബൈ ഈവനിങ്. അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെന്നെങ്കിലും നമ്മൾ ഇറങ്ങി പോരുമ്പോൾ തിരിച്ചു വരാമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയും ഐ വിൽ കം ബൈ മോർണിംഗ്, ഐ വിൽ കം ബൈ ഈവനിങ്, അല്ലെങ്കിൽ ഐ വിൽ കം ബൈ ആഫ്റ്റർനൂൺ. ആഫ്റ്റർനൂണിനുള്ളിൽ ഞാൻ വരും, അതിന്റെ ഉള്ളിൽ. ഓക്കെ, അപ്പൊ അതിന് ലേറ്റസ്റ്റ് ടൈമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉപയോഗിച്ച് പോകുന്നത്. പിന്നെ ഇതൊക്കെ അത് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഇപ്പൊ നമ്മൾ അറിയാതെയാണെങ്കിൽ ഇതേ വാക്കുകൾ തന്നെ നമുക്ക് ഉപയോഗിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന സമയത്ത് നമ്മൾ വി ആർ യൂസിങ് ബൈ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഫോർ ഉണ്ട്, സിൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ സമയമാണെന്ന് വിചാരിക്കുന്നു. അപ്പോഴേക്കും ഫോറും സിൻസ് അത് നമ്മൾ ഇവിടെ നോക്കിയാൽ ഫോറും കാണാം, സിൻസും കാണാം. യെസ്, ഈ ഫോറും സിൻസും ഒന്ന് മനസ്സിലൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് എ പീരീഡ് ഓഫ് ടൈം. അതൊരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സിൻസ് എന്നുള്ളത് ഇറ്റ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം, ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എവിടം മുതൽ എന്ന് മാത്രമേ സിൻസ് മുതൽ. നേരത്തെ സിൻസ് ഒരാൾ ചോദിച്ചില്ലേ, ഷഫ്രിൻ തന്നെയാണ് ചോദിച്ചതെന്ന് വിചാരിക്കുന്നു. സിൻസ് മുതൽ, എന്ന് മുതൽ. ഫോർ ഷോസ് എ പീരീഡ് ഓഫ് ഷഫ്രിൻ. ഫോർ ഷോസ് എ പീരീഡ് ഓഫ് ടൈം, whereas സിൻസ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം. ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടി സിൻസും പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഫോറും. ഓക്കെ, ഞാനാണ് ഒരാളും കൂടി വന്നേ. യെസ്, 4. Used to show the lapse of time during which an action takes place or a state or affair persists. Okay, it is used to show a lapse of time during which an action takes place or a state of affairs persist. Example വായിച്ച്. We have been living in this house for 6 years. Okay, അവിടെ നോക്കണ്ട. We have been living here for 6 years. കഴിഞ്ഞ 6 വർഷമായി ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. That shows a period of time. അവിടെ ആ 4 എന്നുള്ള സ്ഥലത്ത് സിൻസ് പറഞ്ഞത് തെറ്റാണ്. കാരണം 6 വർഷം എന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ട്, അതിനൊരു എൻഡിങ് ഉണ്ട്. ഇറ്റ്സ് എ പീരീഡ് ഓഫ് ടൈം. ആ പീരീഡ് ഓഫ് ടൈം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 4 ആണ്. അതിന് താഴെയുള്ള സെന്റൻസ് ഒന്ന് വായിച്ച്. It rained continuously for 3 hours last day. കഴിഞ്ഞ ദിവസം for 3 hours 3 മണിക്കൂർ മഴ പെയ്തു. 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ പീരീഡ് ഓഫ് ടൈം.
അതിനൊരു സ്റ്റാർട്ടിങ്ങിന്റെ എപ്പം മുതൽ എവിടം വരെ. ഓക്കെ, ഇതിന്റെ താഴെയുള്ള ആ സിൻസിന്റെ എക്സാമ്പിൾ ഒന്ന് വായിച്ചു. Use it in the perfect tense to show the exact point of a period of time in the past when something started. ഓക്കെ 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 ഓക്കെ. അപ്പൊ സിൻസ് എന്നുള്ളത് ഇറ്റ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം. ഒരു പോയിന്റ് ഓഫ് ടൈം കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിൻസ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന്റെ അടിയിൽ എക്സാമ്പിൾ ഒന്ന് നോക്കി. I have been studying French since last January. നോക്കേ, കഴിഞ്ഞ ജാനുവരി മുതൽ ഞാൻ എന്ത് പഠിക്കുകയാണ്? ഫ്രഞ്ച് ഭാഷ പഠിക്കുകയാണ്. ജാനുവരി മുതൽ എന്ന് വരെ എന്ന് പറഞ്ഞിട്ടില്ല. ജാനുവരിയിൽ നമ്മൾ തുടങ്ങി. ഇറ്റ് ഈസ് എ സ്റ്റാർട്ടിങ്, ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ടൈം. അപ്പോ ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? സിൻസ് ഉപയോഗിക്കണം. ഇനി അതിന്റെ താഴെയുള്ള സെന്റൻസ് വായിച്ച്. I have not seen Sarah since she left college. സാറ കോളേജ് വിട്ടതിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല. അപ്പോ കോളേജ് വിട്ട ആ പോയിന്റ് മുതൽ എന്ന് വരെ കണ്ടിട്ടില്ല എന്നല്ല, ഇങ്ങോട്ട് പോന്നേക്കാണ് അവിടെ മുതൽ കണ്ടിട്ടില്ല. ഓക്കെ, ഷെഫ്രിനല്ലേ വായിച്ചേ? അങ്ങനെ വായിച്ചേ? വായിച്ചേ? ഫൗസിയാണ് വായിച്ചത്. ആരെനിക്ക് വായിച്ചേ? ഫൗസിയ. ഇനി 4 വെച്ച് ഒരു എക്സാമ്പിൾ സ്വന്തമായിട്ട് പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. 4 വല്ല പീരിയഡ് ഓഫ് ടൈം ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞ്. I complete my diploma course in for 2 years. ഓക്കെ 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 ഓക്കെ. അതൊന്നും കൂടി പെട്ടെന്ന് ആലോചിച്ചപ്പോ ഒരു നല്ലൊരു സെൻസ് കിട്ടിയില്ല. ഒന്നുകൂടി ആലോചിച്ചു. ഇനി സിൻസ് വെച്ചിട്ട് ഒന്നുകൂടി പറഞ്ഞേ. I have not seen my friend since she left at school. Okay. Very good. Okay, ready. അപ്പോ നിങ്ങൾ ഓർത്തിരിക്കുക, സിൻസ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം, whereas 4 ഷോസ് എ പീരിയഡ് ഓഫ് ടൈം. ഒരു പീരിയഡ് ഓഫ് ടൈം ആണെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഉണ്ടാവും. ഇത്ര മണിക്കൂർ, 3 മണിക്കൂർ, 2 മണിക്കൂർ. പീരിയഡ് ഓഫ് ടൈം ആണെങ്കിൽ Sir, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? I have been living in this house for 6 years എന്നല്ലേ പറയണേ? അപ്പൊ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുമല്ലോ? അപ്പൊ അവിടെ അതിനൊരു പ്രത്യേകതയില്ല. അല്ല, അതിന് വേറെ പ്രത്യേകതയുണ്ട്. അതായത് അത് നമുക്ക് ഇംഗ്ലീഷില് 9 ടെൻസ്, അതായത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നിങ്ങൾ പെട്ടെന്ന് പറയുമ്പോൾ പിടിയിട്ടില്ല. അതായത് ഞാൻ ഇത്രയും ടെൻസ് ഉണ്ട്. അതില് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. അപ്പൊ എന്ത് വരുന്നു? സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ആ ടെൻസിലെ അത് പറയാം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ അർത്ഥം ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്? ഇപ്പൊ ആ വീട്ടിൽ തന്നെ അല്ലേ താമസിക്കുന്നത്? അല്ല, താമസിക്കുന്ന ജില്ല പറ. ഞാൻ ക്വസ്റ്റ്യനിലുള്ളതാണെന്ന് വിചാരിച്ചു. തൃശ്ശൂര്. എന്ന് മുതൽ തൃശ്ശൂർ താമസിക്കുന്നത്? ജനിച്ചപ്പോ മുതല്. അല്ല, ഒരു വർഷം പറ, എന്നാലേ നമുക്ക് പോയിന്റ് ഓഫ് ടൈം എടുക്കാൻ. 1991. അപ്പൊ ഒന്ന് പറഞ്ഞേ, 1991 മുതൽ ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. ഇപ്പോഴും തൃശ്ശൂരാണ് താമസിക്കുന്നത്. എങ്ങനെ പറയും? I have been living in Thrissur. Correct. I have been living. അതെന്നെ പറയണം. That means present perfect continuous. ആ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എവിടെയാണ് താമസിക്കുന്നത്? അവിടെ തന്നെയാണ്. നാളെയും എവിടെ തന്നെയാണ്? അവിടെ തന്നെയാണ്. തൃശ്ശൂർ തന്നെ. അത് പറഞ്ഞ I have been living in Thrissur since 1991. ഓക്കെ. അത് കറക്റ്റ് ആണ്. നോക്കിയേ, നമ്മളെ സിൻസ് എന്ന് പറയുന്ന എക്സാമ്പിളിന്റെ ഇടയില് ആദ്യത്തെ ഒരു സിൻസിന്റെ അടിയിലുള്ള ഫസ്റ്റ് എക്സാമ്പിൾ നോക്കി. I have been studying French since last
ജനുവരി. കഴിഞ്ഞ ജാനുവരി മുതൽ ഞാൻ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്? ഫ്രഞ്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഉണ്ട്. അവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. അപ്പൊ നേരത്തെ ഉണ്ട്, ഇപ്പോഴും അവിടെ തന്നെയാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. യെസ്, കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഒരെണ്ണം കൂടി നമുക്ക് പറയാം. നോക്കി, അടുത്തൊരാൾ വരും. നേരത്തെ ഒരു ബിറ്റ്വീൻ സംശയം ചോദിച്ചതാരാണ്? ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് സംശയം ജിൻസൺ, ജോഷ്മി. ഓ സോറി, ജോഷ്മി. ഓക്കെ ജോഷ്മി, ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് കാര്യങ്ങൾക്ക് ഇടയിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിറ്റ്വീൻ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോക്കി, അത് വായിച്ചേ. ബിറ്റ്വീൻ വായിച്ചേ. Used to show two times. രണ്ട് ടൈം പറഞ്ഞിട്ട് അതിന്റെ ഇടയിലുള്ള സംഭവം വരെയുണ്ട്. അതിന്റെ ഇടയിൽ സെന്റൻസ് വായിച്ചേ. എപ്പോ കഴിയും? എന്തോ എപ്പോ കഴിയും? ഏത് ഈ ക്ലാസ് ആണ്? ദിവ്യ, what happened? Yes. ജിൻസൺ, ജോഷി. will be and 10 AM. ഞാൻ ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് ഞാൻ ദിവ്യയുടെ മെസ്സേജിലോട്ട് പോയി. ഒന്നുകൂടി വായിക്കും. യൂസ്ഡ് അതിന്റെ താഴത്ത് താലികെട്ട് കണ്ട, താലികെട്ട് will be performed between 9 AM and 10 AM. ഓക്കെ, നോക്കി ഞാൻ എന്റെ എക്സാമ്പിൾ പറയും. താലികെട്ട് വിൽ ബി പെർഫോം. ഈ നമ്മള് കല്യാണത്തിന് ക്ഷണിക്കുമ്പോൾ അതിനുള്ള താലി കെട്ടുന്ന സമയം പറയുന്നത് അത് കറക്റ്റ് എക്സാമ്പിൾ എടുത്ത്. താലികെട്ട് വിൽ ബി പെർഫോംഡ്. താലികെട്ട് നിർവഹിക്കുന്നത് ബിറ്റ്വീൻ, ഇടയിൽ. ഇതിനിടയിൽ 9 and 10 AM. 9നും 10നും ഇടയിൽ ബിറ്റ്വീൻ. രണ്ട് ടൈം പറഞ്ഞിട്ട് 2 ടൈം പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ, അതാണ് ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ജിംസിനോട് ചോദിക്കല്ല, ജോഷിനോട് ചോദിക്കുകയാണ്. താലികെട്ട് വിൽ ബി പെർഫോംഡ് ബിറ്റ്വീൻ 9 AM to 10 AM എന്ന് പറഞ്ഞാലും പോരെ? ആൻഡ് എന്നുള്ളത് മാറ്റിയിട്ട് 2 പറഞ്ഞാൽ കുഴപ്പമില്ല. പറഞ്ഞോ. "9 AM to 10 AM എന്ന് പറഞ്ഞ തെറ്റുണ്ടോ? എന്ത് തോന്നുന്നു? അഭിപ്രായം പറയും. ഇടയിൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്. 9നും 10ന്റെയും ഇടയിൽ മുഹൂർത്തം അങ്ങനെയല്ല പറയാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞാൽ തെറ്റുണ്ടോ? എനിക്കറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അത് തെറ്റാണ് കേട്ടോ. 2 വരില്ല. അവിടെ എന്താ വരുള്ളൂ? ഇടയിൽ എന്ന് പറയുമ്പോ ബിറ്റ്വീൻ ആൻഡ് തന്നെ വരും. മറ്റത് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണി മുതൽ 10 മണി വരെ താലി കെട്ടണം. 9 മണി മുതൽ 10 മണി വരെയുള്ള താലി കെട്ടുക അത് നമുക്ക് എക്സാമിനേഷൻ ഒക്കെ നടക്കുമ്പോൾ പറയാം. ഫ്രം 9 AM to 10 AM, അല്ലെങ്കിൽ 9 മണി മുതൽ 10 മണി വരെ there will be the examination. ഇവിടെ 9 മണി മുതൽ 10 മണി വരെ ഇല്ല. അപ്പൊ ആ 2 ചേർക്കാൻ പാടില്ല, അവിടെ ആൻഡ് തന്നെ ചേർക്കണം. അതാണ് അതിന്റെ അടിയിൽ ഒരു നോട്ട് കൊടുത്തേക്ക് നോക്കി വായിച്ചത്. Between in is always followed by the and, never used to. അതൊക്കെ നോക്കണ്ട. Between is always followed by and. കണ്ട, and നീ ഉപയോഗിക്കാവോ? Between is always followed by and. Never used, ഒരിക്കലും ഉപയോഗിക്കരുത് to. ഞാൻ വായിച്ചു. It is referring to the way said you can meet between 10 PM to 6 PM. It is very wrong to say you can meet me between 4 PM to
6 PM അങ്ങനെ പറയുന്നത് ഒരു മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇത്രയുമാണ്. ഇനിയും വേണ്ടി നമുക്ക് കുറച്ചുകൂടി. ഞാൻ ഇന്ന് തീരുമെന്ന് വിചാരിച്ചേ, തീർന്നില്ല. ഓക്കെ, സോ നമുക്ക് ഒന്ന് ചിന്തിച്ചിരിക്കാം. പിടികിട്ടിയോ? Yes, sir. യോഷി, ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പ്രിപ്പോസിഷനിൽ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ പ്രിപ്പോസിഷനിൽ ബിറ്റ്വീൻ വരെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഇതിന്റെ ബാലൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെ? ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതെ, സെലിബ്രേഷൻ കൂടുതലായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ഓണവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതൊക്കെ വിചാരിച്ചാണ് നിങ്ങൾ വന്നത്. ഓക്കെ, അപ്പൊ അത് എന്റെ മനസ്സിലുണ്ട്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ ചോദിക്കാം. ഓക്കെ, now the time ആണ്, കൊച്ചു വരെ ഒച്ചണ്ടാക്കി തുടങ്ങി. ഓക്കെ, സോ ലെറ്റ് us stop. Now the time is 11:30. Okay, we will meet in the next class. Okay. Thank you, sir. Thanks. Thank you, sir. Thank you, sir.